അതെ, ഈ സാധനങ്ങളെല്ലാം വെച്ചതിനകത്ത് ഞാൻ കൂടെ നോക്കട്ടെ. എന്തിനു നോക്കണേ? എല്ലാം ഉണ്ട്. അതെ, ഹാൾ ടിക്കറ്റ് വേണം, ID കാർഡ് വേണം, ഫോട്ടോ വേണം, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മറ്റേ ഹാളിൽ കയറ്റും. എനിക്ക് പുതിയൊരു പെൻസിൽ വാങ്ങണം. എന്തിനാ പെൻസിൽ? ഇങ്ങനെ ബബിൾ ചെയ്യാൻ പെൻസിൽ വേണ്ടേ? അല്ല, ഇതിപ്പോ എന്തിന്റെ പരീക്ഷ തന്നെ? PSC പരീക്ഷ. എനിക്കറിയാലോ, നീ സ്ഥിരം അതല്ലേ എഴുതുന്നത്. അതല്ല, ഇതിപ്പോ എന്താവാനുള്ള പരീക്ഷ? ഇത് LDCD അടി. ഏട്ടൻ അയച്ചതാ, ചോദിക്കണ്ടാവും. അതൊന്നും പഠിച്ചിട്ടില്ലേ? ഇറങ്ങിയാലോ? ഇത് എവിടെയാടാ പരീക്ഷ? എവിടെയാ? ഇത് തൃശ്ശൂര് പൂത്തോള്. പൂത്തോളോ? അങ്ങനെ സ്ഥലമുണ്ടോ? കൊറേ ദൂരെയാന്നേ. ഒരുപാട് ദൂരെ. അതെ, ഞങ്ങൾ വരാൻ വൈകും. ഏട്ടാ, ഒരു കുപ്പി വെള്ളം കൂടി എടുക്കായിരുന്നു. അതെന്തിനാ? ആർട്ടിക്കല് ചോദ്യ പേപ്പർ കാണുമ്പോൾ കുടിക്കാനാണ്. എനിക്ക് വേണ്ട. ഒരു കാര്യം ചെയ്യ്, പിന്നെ വരാൻ എന്തായാലും രാത്രിയാവും. അപ്പൊ ഇവളാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഒരു ഭാഗം കഴിക്കില്ല. എന്തുണ്ടാക്കും? ചപ്പാത്തി ഉണ്ടാക്കും. ആ പാക്കറ്റ് ചപ്പാത്തി പോരാട്ടാ, നീ പരത്തി ഉണ്ടാക്കണം. ഞാൻ പരത്തും. ചിക്കനും ചിക്കൻ വാങ്ങിച്ചോ? വേണ്ട, പൈസ വേണ്ട, ഞാൻ മേടിച്ചോളാം. അല്ലെങ്കിൽ തന്നേക്കടാ, ചെലപ്പോ എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിലും. 500 ഉള്ളല്ലേ? ഏട്ടാ ഏട്ടാ, അതിലെന്റെ ബുക്കുണ്ടോ PSCയുടെ? ഓ, ഇത്ര കാലം നീ പഠിച്ചിട്ടില്ല, പിന്നെയാണ്. മോളെ, ഇതെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുക്കണം നീ. ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി PSC ജനതി എന്നൊക്കെ പറയില്ല നിന്നെ. ഇറങ്ങാൻ പാ. പോയിട്ട് വരട്ടെ. പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാൻ. ഞാൻ പ്രാർത്ഥിച്ചിട്ടാ. അച്ഛനോട് പറയണോ? അയ്യോ, അച്ഛനോട് പറയണ്ട. അച്ഛനും ഫോട്ടോ കണ്ട ഫോട്ടോ പോയിട്ട് വരാട്ടോ. ടാറ്റാ. ടാറ്റാ. വേഗം വരാമേ. ഇല്ല. 400 150 കുറച്ച്. 400 150 350 നേരെ നോക്കണേ അങ്ങോട്ട്. ഓ 250 എഴുതിയത് തെറ്റിപ്പോയി. ഇനി അടുത്ത് 250 ഗുണം 3 650. 650 അടി 750. അയ്യോ, അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയാം? അത് സുന്ദരേശൻ 250, നടരാൻ 250, പിന്നെ ബാബുവിന് 250, അങ്ങനെ 750. എനിക്കൊരു 5 രൂപ ഞാൻ കടം വാങ്ങി ഫ്രണ്ടിന്റെ. തക്കിളി, നീ ഇതുവരെ കുളിച്ചില്ല കേട്ടാ? ഞാൻ കുളിക്കാം. അവിടെ പഠിത്തമില്ല, കുളിയില്ല, നനയില്ല, ഒന്നുമില്ല. അടേപ്പുണ്ട്. എഴുന്നേക്ക്. എന്തിന്? സാധനങ്ങൾ മേടിക്കാനില്ലേ? ഇങ്ങോട്ടന്നെ. ഞാൻ പറയാം, ഞാൻ എഴുതാം. തിങ്സ് ടു ബൈ. എഴുതിക്കേ നീ. പറ. ഉള്ളി. ഉളി. ഉളിയല്ലടി, ചിറ്റേല്. എത്രയാ? 1 കിലോ എഴുതിക്കോ. 1 കിലോ. 2. 1 കിലോ ഉള്ളിയുടെ വില. ഉള്ളി 1 കിലോ. പിന്നെന്താ? വെളുത്തുള്ളി. കൊണ്ടോന്നേ, ഒരു മണിക്കൂർ പിടിക്കും. എന്തിനു പഠിപ്പിക്കണമെന്ന് തോന്നുന്നു. വെളുത്തുള്ളി 150 മതി. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇരിപ്പുണ്ട്. സ്വഭാവത്തിൽ ആവശ്യത്തിനുണ്ടല്ലോ. പച്ചമുളക് വേണ്ട കേട്ടാ. പച്ചമുളക് ഉണ്ട്. വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ 1 കിലോ മേടിക്കാൻ കാശുണ്ടെങ്കിൽ മേടിച്ചോ കേട്ടോ. ഇപ്പൊ 1/2 കിലോ ഞാൻ എഴുതണുള്ളൂ. ചിക്കൻ 2 കിലോന്റെ മേടിച്ചോ. പിന്നെന്താ വേണ്ടത്? അയ്യോ, മഞ്ഞപ്പൊടി ഇല്ല. മഞ്ഞപ്പൊടി ചെറിയ പാക്കറ്റ് മതി. കല്യാണം മോനെ, ഇത്രയും സാധനങ്ങൾ മേടിക്കണം. സാധനം മേടിക്കാം. പൈസ എന്റെ പൈസ അല്ലേ ഏട്ടാ തങ്ക? നീ ചുമ്മാ ആവശ്യമില്ലാതെ അത് ഞാൻ പറഞ്ഞു. ഇപ്പോഴൊന്നും ഈ 2 ദിവസം കഴിഞ്ഞ് മേടിക്കണം. എന്റെ കയ്യിലുണ്ട്. അരിക്കലത്തിൽ ഇങ്ങോട്ടൊക്കെ മാറ്റിയാടി? മാറ്റിയായിരുന്നു. ഇവിടെ ഇരിക്കായിരുന്നു അല്ലേ? അതെ. ഇതിന് പോയി സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടോ? വേഗം ചെല്ല്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ ചിക്കനെ തിന്നുള്ളൂ? ഇപ്പോ ഈ വീട്ടിൽ എന്നും ചിക്കൻ വേണോ നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ ഇത് മേടിച്ചു തരാൻ പറ്റുമോ? മേടിക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, മീനൊന്നും പോരെ? ചിക്കൻ തന്നെ വേണം. ചിക്കനൊക്കെ കൊടുത്തു. ക്ലീറ്റ ഇത് കനകനൊക്കെ ഉണ്ണാനുണ്ടാവുന്നേ രാത്രി. അതിന് വേണ്ടിട്ട് മേടിക്കണല്ലേ? അവന്റെ വീട്ടിൽ കൊണ്ടുകൂടെ? അവൻ അവളെയും കൊണ്ട് പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോയേക്കല്ലേ.
എന്നാ വരുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിക്കണം. അല്ലാതെ പിന്നെ ഇതിനെന്ത് നീ നമുക്ക് ഇഷ്ടമല്ലാതെ ഹോട്ടലിലെ ഭക്ഷണം അമ്മ അവിടെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടല്ലേ ഈ പറയണേ. അപ്പൊ ആങ്ങളയ്ക്ക് വേണ്ടി ചിലവാക്കാൻ നിന്റെ കാശുണ്ട് അല്ലേടി? ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ 5 പൈസ തരത്തില്ല. അതിന് ക്ലീറ്റ് എന്തിനാ ദേഷ്യപ്പെടണേ? ഞാൻ കാര്യം പറയട്ടെ. ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ അടിച്ച നോട്ടേ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നിട്ട് വേഗം അങ്ങ് ഉണങ്ങി കിട്ടി. അതിന്ന് പറഞ്ഞു എടുത്തതാ. കുഴപ്പമുണ്ടോ? എന്താടേ അവൻ തന്ന കാശാ, അല്ലാതെ എന്റെ എവിടെ ഇരിക്കണു. അവൻ തന്ന കാശാണെങ്കിൽ പിന്നെ ഇതിപ്പോ 500 രൂപയ്ക്കൊന്നും മേടിക്കണ്ട, ഒരു 400 രൂപയ്ക്കൊക്കെ മേടിച്ചാൽ മതി. എന്തോ എന്താ പറഞ്ഞേ? 400 രൂപയ്ക്ക് സാധനം മേടിച്ചാൽ മതിയല്ലോ. ആണോ? 500 രൂപയ്ക്ക് കൃത്യ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നോളാം. പിന്നെ വാങ്ങാൻ പോണ എന്തെങ്കിലും ഗുണം വേണ്ടേ? ആ വേണ്ട. 100 രൂപ ഞാൻ എടുക്കും. എത്ര? 50 രൂപയൊക്കെ എടുക്കാം. എന്താന്ന്? 25 രൂപ എന്തായാലും എടുക്കാം. ഒരു പൈസ എടുക്കണ്ട. എനിക്ക് ചായ വേണ്ട, തോയം വേണ്ട. എനിക്കാണേ മുട്ടായി അഡീഷണൽ ഉണ്ട് വലുത്. അവനെ വാങ്ങാൻ പോണ ഞാനല്ലേ, എനിക്കറിയാം ഇതെല്ലാം പകുതി വെച്ച് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ചപ്പാത്തിയും ചിക്കനും. അതെ, ഈ നമ്മുടെ ഈ അരിമാവിൽ ചപ്പാത്തി കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലും ചപ്പാത്തി എനിക്കറിയാം, ഒരു കടയുണ്ട്. അരിമാവിൽ ചപ്പാത്തി ഉള്ള കട നിനക്ക് അറിയാമോ? അറിയാം. എന്ത് ചോദിച്ചാലും മണ്ടത്തരമേ പറയാവൂ. അരിമാവിൽ ചപ്പാത്തി നിനക്ക് അറിഞ്ഞൂടാത്ത ഒന്നുമില്ലല്ലോ. നീ വാടച്ചതല്ലേ? ഏയ് കപ്പ എന്തോല? കിലോ 30. 2 കിലോ വയ്ക്കാ? 1/4 കിലോ 30 ചേട്ടാ. 1/4 കിലോ 30. കളിയാക്കണോ? ഞങ്ങളുടെ നാട്ടിൽ 15 രൂപയാണ്. പോയേട്ടാ 1/4 കിലോ 30 രൂപ. നല്ല കച്ചവടം ചെയ്യും കേട്ടാ. ഇറക്കം പാലാണെങ്കിൽ സുരേന്ദ്രൻ മുതലാളി. പൈസ ഒന്നും കൊടുക്കാവുണ്ടോ? അതേ കൊടുക്കാവുള്ളൂ. എടോ എടോ ലേറ്റസ്റ്റ് മുതലാളിയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു. എങ്കിലാ കാശിങ് അന്നേരെ. അല്ല അത് ഇന്നല്ല, നാളെ കാശുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് കാണാതിരിക്കുകയായിരുന്നു. കൂടിയ നമ്പർ ഒന്നും എടുക്കണം കേട്ടോ. അല്ല മുതലാളി, ഇന്നിപ്പോ പൈസ അല്ല, നാളെ ഞാൻ ഉറപ്പായിട്ടും കാണാൻ വന്ന് പൈസയും തരും. എങ്കിൽ പിന്നെ ആ കാശ് തന്നേക്കോ. ആ കാശിങ് അന്നേരം സത്യമായിട്ടും പൈസ ഇല്ല മുതലാളി. മീറ്റേഴ്സിന് പൈസ ഇല്ല. പിന്നെ ചിക്കൻ വാങ്ങിക്കാൻ വീട്ടിൽ 500 രൂപ മാത്രമേ ഉള്ളൂ. അതെവിടെ? ചിക്കൻ വാങ്ങിക്കാൻ അതില്ല, അത് ഇല്ല മുതലാളി. അയ്യോ മുതലാളി, ചിക്കൻ വാങ്ങിക്കാനുള്ള പൈസ. ചിക്കൻ ഒന്നും അധികം തിന്നണ്ട, അതൊക്കെ വിഷമാണ്. വിഷമാ വിഷം. ചിക്കനാണോ? ചിക്കൻ അല്ലടാ, നീ വലിയ വിഷമാണ്, വലിയ വിഷം. വല്ല കാര്യമുണ്ടായിരുന്നു നിനക്ക്. ഞാനിനി എന്തോ ചെയ്യും എന്റെ കർത്താവ്. നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് നടക്കുന്നു? ഈ സഞ്ചി ഞാൻ എന്താടി? ഈ ഡാഡി എവിടെ പോയി? എന്റെ മുട്ടായി. എനിക്കറിയാമോ, വിളിച്ചു നോക്കട്ടെ. എത്ര നേരെ പോയിട്ട് നീ എപ്പ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എല്ലാം ചെയ്യാനാണോ? അതാണ്. അച്ഛൻ ഫോണുണ്ടോ ഇല്ലേ? അടിക്കണ്ട, കട്ടിയോ ഞാനെത്തി. ഇതെവിടെയായിരുന്നു ക്ലീറ്റോ? മണിക്കൂർ 2 തങ്ക ഒന്നും പറയണ്ടടി. അതെ, പഴയ ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ, വരാനുള്ളത് വഴി തങ്ങൂലാന്ന്. അത് ശരിയാ കേട്ടോ. എന്ത് ചെയ്യാനത്? ഒക്കത്തിനും കാരണം ഗോപാലേട്ടനാണ്. ഗോപാലേട്ടൻ എന്ത് ചെയ്ത്? ഗോപാലേട്ടൻ എന്ത് ചെയ്തു? ഗോപാലേട്ടൻ കട അടച്ചിട്ട് എവിടെ വായി നോക്കാൻ പോയേക്കാ. അതൊരു ഉത്തരവാദിത്വം വേണ്ടേ? ദൈവമേ, സാധനങ്ങൾ മേടിച്ചില്ലേ? ഗോപാലേട്ടൻ കട ഉറക്കാതെ എങ്ങനെ സാധനം മേടിക്കുന്നത്? മാർക്കറ്റിൽ വേറെ ഒരു കടയും ഇല്ല. അതെങ്ങനെ വല്ല കടയിൽ നിന്ന് മേടിച്ചാൽ ശരിയാവോ? ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും മേടിക്കും വെച്ച് അധികമായാലും ഗോപാലേട്ടന് പൈസ കടം പറയാമല്ലോ. അങ്ങനെ ഒരു സമാധാനത്തിലല്ലേ ഗോപാലേട്ടൻ്റെ കടയിൽ ചെന്നത്. അപ്പൊ ചിക്കൻ കടയും തുറന്നിട്ടില്ല അല്ലേ? അയ്യോ, ചിക്കൻ കടയുടെ കാര്യമൊന്നും പറയണ്ട, അറിഞ്ഞില്ലല്ലേ? വേണ്ട, തമിഴ്നാട്ടിലും ഒക്കെ കോഴികൾക്ക് അസുഖമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് കോഴി വരുന്നില്ല. ചിക്കൻ കട വന്നപ്പോൾ അവിടെ ശൂന്യമായിട്ട് കിടക്കേ. അപ്പോൾ അവൻ തന്നെ, ഉസ്മാൻ തന്നെ പറഞ്ഞ് ഇനിയിപ്പോൾ ഈ മാസം ഒന്നും വാങ്ങിക്കണ്ട, ഒരടുത്ത മാസമൊക്കെ ആകുമ്പോഴേ അസുഖം മാറുള്ളൂ, പിന്നെ മേടിച്ചാൽ മതി. പൈസ ഞാൻ പോയി മേടിച്ചോളാം, അതാ നല്ലത്. എന്നിട്ടാ പൈസയുടെ കാര്യം
ഈ ചിക്കൻ കടയിൽ നിന്ന് ഞാൻ അവനോട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞതും ഇതാ കിടക്കണ ഒരു സ്കൂട്ടർ, ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചു ചെറുക്കനുണ്ടല്ലോ ഇപ്പോഴും മറ്റേ ഷീ ഇത് പറഞ്ഞു വേണോ ഒരൊറ്റ ഇടിച്ച് നേരെ തെറിച്ചു വേണം, ഒരൊറ്റ മനുഷ്യനെ എടുക്കണില്ല. നമുക്ക് വെള്ളം വെള്ളത്തിൽ പോകാതിരിക്കാൻ പറ്റുമോ? ഞാൻ നേരെ സഞ്ചിയും പൈസയൊക്കെ ആയിട്ട് ഓടി ചെന്ന് അവിടെ ചെന്ന് ഇവരെയൊക്കെ പിടിച്ചെടുത്ത് അതിനിടയിൽ ഈ സഞ്ചിയും പൈസയുടെ കാര്യം ഞാനങ്ങ് മറന്നു. ഇതിനിടയ്ക്കും മോഷ്ടിക്കാൻ ആൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഭാഗ്യം അവർക്കൊന്നും പറ്റിയില്ല. അവർ പിന്നെ ഒരു ഓട്ടോറിക്ഷ കയറ്റി ആശുപത്രിയിൽ വിട്ടു. പൈസ സഞ്ചിയും എവിടെ പോയെന്ന് ഒരു പിടിയില്ല. എന്ത് ക്ലീറ്റോ പറയണ കേക്കും പറയാ നല്ല കല്ല് വെച്ച നുണയാണ്. അപ്പൊ കൂടുതൽ വേർക്കണ്ട. നിന്നാണ് ഞാൻ എന്റെ തലവേദനയുടെ പകുതി കാരണം നിങ്ങളുടെ ഈ സത്യം ചെയ്ത എനിക്ക് നിങ്ങൾ പൈസ തരണ്ട, ഒന്നും ചെയ്യണ്ട, ഒരു ഉപകാരം ചെയ്യാമോ? എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ചിക്കൻ കറിയും വേണം, ചപ്പാത്തിയും വേണം, എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ഇനി തല്ലു പിടിക്കാനും വരണില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മനുഷ്യനെ കൊല്ലാനുണ്ടായതാ. എന്റെ പൊന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യാനെന്ന് പറയാം. ഒരു നല്ല കാര്യം ഈ കാലത്ത് ആർക്കും ഒരു സഹായം ചെയ്യരുത് എന്ന് പറയുന്നത് ശരിയാ. നിങ്ങൾ ഇങ്ങനെ സഹായിക്കാൻ നിങ്ങൾ വല്ല മഹാത്മാഗാന്ധിയാണോ ലോകം മുഴുവൻ സഹായിക്കാനായിട്ട്? അവിടെ ഒരു പൊതുപ്രവർത്തകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഇങ്ങനെ കാണും. ഞാൻ ഏത് നേരത്തെ ഈ മനുഷ്യൻ പൊതുപ്രവർത്തകനായി എന്നുള്ളതാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ട? അവൻ പൈസ തന്നെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ ക്ലീറ്റോ. പ്രത്യേകം പറഞ്ഞേടി റെഡിമെയ്ഡ് ചപ്പാത്തി മേടിക്കരുത് കേട്ടോ, നീ പരത്തി ഉണ്ടാക്കണം, ചിക്കൻ കറി മേടിച്ചോ, വിശന്ന് പൊരിഞ്ഞായിരിക്കും വന്നേന്ന്. ഞാൻ ഇനി എവിടെ നിന്നെടുത്ത് എന്തെടുത്ത് കൊടുക്കും? അല്ലാതെ ഇവിടെ കുറച്ച് അരി മാത്രം ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അരിയുണ്ടോ? ഓ സമാധാനമായി. ഞാൻ അരിയും തീർന്നെന്നുള്ളൊരു സംശയത്തിലാണ് വന്നത്. അരി ഉണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല തങ്കം. ഈ ഇച്ചിരി നല്ല ഉള്ളി അങ്ങോട്ട് പൊളിച്ച് അതിലിട്ട് പയറും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിയുമെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലൂടെ പിഴിഞ്ഞൊഴിച്ചു നല്ല അസല് കഞ്ഞി കുടിക്കൂല. എനിക്ക് ചിക്കൻ കറി വേണം. അയ്യോ ചിക്കൻ മാത്രം കൂട്ടി തിന്നാൻ കൊച്ചി രാജാവിന്റെ കൊച്ചുമോളല്ലേ അവള്. ഉള്ള കഞ്ഞി അങ്ങോട്ട് കുടിച്ചാൽ മതി. കുടിക്കൂല. ഞാനൊക്കെ വളർന്നത് കുടിക്കാൻ കഞ്ഞി പോലും ഇല്ലാത്ത അവസ്ഥയിലാ അല്ലേ? ഞാൻ കുടിക്കൂല. കഞ്ഞി തന്നെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. മാത്രമല്ല കഞ്ഞിയുടെ ഔഷധ ഗുണവും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനഃപൂർവ്വം അല്ലല്ലോ തങ്കം, സംഭവിച്ചു പോണതല്ലേ. ഇനിയുണ്ടല്ലോ എന്റെ പേര് തങ്കോന്നാണെങ്കിൽ ഒരു സഹായം ചെയ്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വരൂല. പഠിച്ച് ഞാൻ എന്റെ പൊന്നോ. അതിനാ ഗോപാലേട്ടൻ തന്നെയാണ് കാരണക്കാരൻ. അയാൾ കട തുറന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഡാഡി ആടി നീ എന്നെ ഇപ്പൊ വാങ്ങും നീ എൻ്റെ കേട്ടാ. മുട്ടായില്ല, ചിക്കനും ഇല്ല. തങ്കം തങ്കം ആ നീ വന്നേ. കേട്ടോ അളിയനും ഡ്യൂട്ടിയും വന്നു. അയ്യോ രക്ഷപ്പെട്ടു. എത്രട്ടെ 100 ഞാനോ വഴി പോയി വിളിക്കും എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. അതെ ഞാൻ വിളിക്കാം, പക്ഷെ നീയായിട്ട് സംസാരിച്ച് കൊളാക്കരുത്. ഞാൻ എല്ലാം മാനേജ് ചെയ്തോളാം കേട്ടോ. ഞാൻ വിളിക്കാം. ഇനി ഒരു കാര്യം ചെയ്യാം, ആദ്യം ഒന്നര കുളിക്കാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഞാൻ കുളിക്കല്ല. അളിയാ ആ എവിടെ ആയിരുന്നു ഇത് രണ്ടാളും കൂടെ? ഓ ഒന്നും പറയണ്ട, ആകെ ടയർഡായി എന്ന് പറഞ്ഞാൽ പോലെ. ഞങ്ങൾ എത്രയോ നേരമായി ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നേ. അങ്ങനെ ആ പൊട്ട ട്രെയിൻ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിടുമല്ലേ? പിടിച്ചിടും. ഭരണം മാറണം, എന്നാലേ ഇതൊക്കെ ശരിയാവുള്ളൂ. ആ അതെ ഞങ്ങള് കുളിച്ചിട്ട് വരാട്ടാ. അല്ലേട്ടാ അവിടെ പോയിട്ട് അങ്ങോട്ട് വരാം. അല്ല കൊച്ചു പറഞ്ഞ കാര്യമുണ്ട്. ചൂടോടെ കഴിക്കാം, ചൂടോടെ കഴിച്ചു കഴിഞ്ഞിട്ട് ചൂടോടെ കുളിക്കാം. അതന്നെ അങ്ങനെ ആയിക്കോട്ടെ. വാളിയാ തങ്കം. ഓ ഒന്നും പറയണ്ട. പരീക്ഷ പരീക്ഷ എന്താ പതിവ് പോലെ തന്നെ. നീ പിന്നെ എന്ത് കാര്യത്തിന് ഇവിടെ എന്നീ പരീക്ഷ എഴുതാൻ കൊണ്ടുപോണേ? അവക്കൊന്നും ഒന്നും അറിയാനും പാടില്ല. നല്ലതായിരുന്നു, ശരിക്കും നല്ലതായിരുന്നു. അവരെന്താ അറിയാമോ, ചുമ്മാ ഒരു ടൂർ പോയി കെട്ടിയാലും കെട്ടികളും കൂടെ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായി? യാത്ര എന്താ ഒരു വക കഴിച്ചില്ല. മടുത്ത് ശരിക്കും പറഞ്ഞാ എന്തൊരു ദൂരെന്നറിയാമോ? ഓ ഇങ്ങനെ വിശന്നിരിക്കാൻ ഏതൊരു ഹോട്ടലിൽ കയറി വല്ലതും കഴിച്ചിട്ടൊന്നുമില്ല. ആ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഞാൻ അവളോട് പറഞ്ഞാണ്, അവൾക്ക് വയറ് പിടിക്കില്ല. അത് ഞാൻ അന്നേ നിർത്തിയത്. ഓർമ്മയില്ലേ അന്നൊരു സ്ഥലത്ത് പരീക്ഷയ്ക്ക് പോയിട്ട് ഏതാണ്ട് കഴിച്ച് ഫുഡ് ഇൻഫെക്ഷൻ. ഏതാണ്ടല്ല, അതെന്താ കോഴി എങ്ങാണ്ടോ കഴിച്ചിട്ടാ കുഴപ്പമുണ്ടായില്ലേ? എനിക്ക് വേണ്ടേ വിശക്കണ എടുക്കടി എടുക്ക്.
വേഗം ആവട്ടെ. ചിക്കൻ കറിയുടെ മണം വരില്ലല്ലോ. ഇത് ചിക്കൻ കഴിക്കണ്ടേ? നീ എടുക്ക അളിയാ. അളിയോ ചിക്കനൊന്നും വെച്ചിട്ടില്ല. വളരെ സർപ്രൈസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഒരു ഫുഡ്. തങ്കത്തിന് ഒരേ നിർബന്ധം, നിങ്ങൾക്ക് ഇന്ന് ഒരു സർപ്രൈസ് ഫുഡ് തരണമെന്ന്. അതൊക്കെ ഉണ്ട്. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ദൂരയാത്ര കഴിഞ്ഞ് ക്ഷീണം മാറാൻ ഏറ്റവും നല്ല ഫുഡാണ് അവർക്ക് റെഡിയാക്കിയിരിക്കണേ. ബിരിയാണി. കഞ്ഞി എടുത്തോണ്ട് അടി ഇങ്ങോട്ട്. കഞ്ഞിയാ? കഞ്ഞി കഞ്ഞി നീ കുടിച്ചാ മതി. എന്താ അളിയാ ഈ എന്റെ പൊന്നുമോളെ, കഞ്ഞി മാത്രമല്ല അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ട്, ഉണക്കമീനുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്. ഒന്ന് മിണ്ടായിരിക്കാമോ ക്ലീറ്റോ ചേട്ടൻ? എനിക്ക് വേണ്ട കഞ്ഞിയൊന്നും. അതെ, നിന്റെ കയ്യിൽ ഞാനൊരു 500 രൂപ തന്നല്ലേ രാവിലെ, അല്ലേ? അപ്പൊ അതിന് സാധനങ്ങൾ വാങ്ങിക്കായിരുന്നില്ലേ? അയ്യോ, അതൊക്കെ ഒരു വലിയ കഥയാണ്. ആദ്യം ഫുഡ് കഴിക്കും, ചൂടാണ് എടുക്ക്, കഞ്ഞി എടുക്ക്. അത് കഴിക്കാൻ പറ്റേ, അതോടെ നിൽക്കട്ട്. ഇതിന്റെ കഥ പറ. അളിയാ, അതിന്റെ കഥയെ കേട്ടോണ്ടിരുന്ന കഞ്ഞി തണുത്തു പോകും. നീ കഞ്ഞി എടുക്ക് അളിയാ, അത് ഞാൻ പറഞ്ഞുതരാം. പൈസ 500 രൂപ അവന്റെ കൈ കൊടുത്തു. ഓ, അത് ഭയങ്കര സംഭവമുണ്ട്. അപ്പൊ ഗോപി പക്ഷേ എടാ, കഞ്ഞി നല്ലതാണ്. കഞ്ഞിയുടെ ഭാഗത്തൊക്കെ നമുക്കറിയാലോ. ഭയങ്കര ചതയായി പോയിട്ട് നാത്തൂനെ. ഞാൻ അവിടെ ഇവിടെ വരെ ചപ്പാത്തിയും ചിക്കനും സ്വപ്നം കണ്ടോണ്ടോ. എന്റെ കൊച്ചേ, നിനക്ക് ഇടക്കിടക്ക് വയറുവേദന പറഞ്ഞ എന്താന്ന് അറിയാമോ? ഈ ദുഷിച്ച ചിക്കൻ കഴിക്കണോണ്ടാ. ഒന്ന് മിണ്ടായിരിക്കാമോ? ഇവർക്കെല്ലാം കഞ്ഞി എന്ന് പറഞ്ഞാൽ പുച്ഛ. കഞ്ഞിയുടെ മഹത്വത്തെ കുറിച്ച് അറിയാമോ? കഞ്ഞിയുടെ ഔഷധ ഗുണമുണ്ടല്ലോ. ഒരു ഗ്ലാസ് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ അമൃത് കുടിക്കണതിന് തുല്യമാണ്. നീ കഞ്ഞി എടുത്തോ കേട്ടാളിയാ. ചേട്ടാ, കഞ്ഞിയിൽ എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഇഞ്ചിയുണ്ട്, ചുക്കുണ്ട്, ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം വയറിന് നല്ലതാണ്, പല അസുഖങ്ങൾക്കും നല്ലതാണ്. വയറുവേദന, പിന്നെ തലവേദന, ഗ്യാസ്. അങ്ങനെ മറ്റേ വീട്ടിക്കുറ്റിമാരെ നിൽക്കാതെ പോയിട്ട് വാടി കഞ്ഞി. എനിക്ക് വേണ്ട കഞ്ഞി. കഞ്ഞി കുടിക്കാൻ എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് വേണ്ട, ഞാൻ പട്ടിണി ഇരുന്നോളാം. അങ്ങനൊന്നും പറയരുത്. എന്നെ ഇപ്പൊ കണ്ടു നോക്കിയാ എന്തൊരു പ്രസരിപ്പ, എന്തൊരു ഉന്മേഷമാ. 4 മാസം വഴിയാ ഞാൻ ചിക്കൻ ഇതെല്ലാം നിർത്തിയിട്ട് ഇപ്പൊ കഞ്ഞി മാത്രമേ കുടിക്കൂ. ഞങ്ങൾ പാർട്ടിക്കാർ കഞ്ഞികളെല്ലാം കഞ്ഞിയാ കുടിക്കണേ. അല്ല, പാർട്ടി ഓഫീസിന്റെ അടുത്തൊരു കഞ്ഞിക്കട എല്ലാം തുടങ്ങിയിട്ടുണ്ട്. എന്തിന്? നമ്മുടെ പാർട്ടിയിലെ ഹസൻകുട്ടി കയ്യില് ഒരു ഇഫ്താർ പാർട്ടി നടത്തി. എന്തൊക്കെയായിരുന്നു അറിയാമോ ഫുഡ്? ചിക്കൻ, മട്ടൺ, ബീഫ്, പൊറോട്ട. ഞാൻ തൊട്ടില്ലല്ലോ, ഒരു സാധനം തൊട്ടില്ല. പ്ലേറ്റ് അന്തസ്സായിട്ട് എന്ത് ചെയ്ത് കഞ്ഞി മാത്രം കുടിച്ചു. ഇനി പാലായിലെ കൊച്ചപ്പച്ചന്റെ മോളുടെ എൻഗേജ്മെന്റ്, അവിടെ എന്തായിരുന്നു? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പോർക്ക്, പോത്ത്, കാള. ഇതൊന്നും ഞാൻ തൊട്ടില്ല. പ്ലേറ്റ് അതിന് തുണയില്ല. എനിക്ക് വേണ്ട ഇതിൽ കഞ്ഞി എന്നാൽ ഞാൻ അത് സന്തോഷത്തോടെ കുടിച്ചോണ്ടാ കിടക്കും. കഞ്ഞിയാണ് വേണ്ട. ഹലോ, എന്താ ഫാസിലേ? എവിടെ? പാതിരാത്രിയും വിടും. പുറത്താ? ഞാൻ അവിടെ അളിയന്റെ അവിടെ ഉണ്ട്. അതെ, ഒരു മിനിറ്റ്. കുടിച്ചിട്ടു കഴിച്ചിട്ട് പോ. കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ട. നാളെ ഉണ്ടാക്കി തരാം. എനിക്ക് വിശപ്പില്ല, തീർന്നു വിശപ്പ്. മോളെ, ഒരു സ്പൂൺ കഴിച്ചു നോക്കിയാ നീ ഈ ദേഷ്യം വരെ മാറുന്നില്ല. സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്നാക്സ് ഒന്നും ഇരിപ്പില്ലേ? സ്നാക്സ് ഒക്കെ ഞാൻ ഒഴിവാക്കി, അതെല്ലാം ഒഴിവാക്കി. കൊച്ചിന് സ്നാക്സ് കൊടുക്കണ്ട, സ്കൂളിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു സ്നാക്സ്. എന്താണ്, എന്താ പ്രശ്നം? നീ ഇതെപ്പോ എത്തി? ഞാനോ വന്നോളൂ, ഭക്ഷണം കഴിക്കാതിരിക്കാം. അത് ശരി, കഴിച്ചാന്നിട്ട്? ഇല്ല. അത് നന്നായി. അതേ, ഷാഹിദാടെ ആങ്ങള നമ്മുടെ അളിയൻ ഇന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായി വീട്ടില്. അപ്പൊ ഞങ്ങള് കുറച്ച് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്കുള്ള പങ്ക് അവള് തന്നു വിട്ടതാണ്. അത് തന്നെ, ഇത്രയും വൈകിയപ്പോ ഞാൻ ഓർത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ. കുഴപ്പമില്ല, അപ്പൊ അന്ന് എല്ലാരും കൂടി കഴിക്കും. നാളെ കാണാം. ഇത്രയും വാശിയൊന്നും പിടിക്കരുത്. ഇതോടെ വല്ല മോഷണം പോലും തന്നെയാ KCB-യിലെ. എന്തെങ്കിലും മണം വരുന്നുണ്ടോ? ഇത് ഇപ്പൊ ഫാസിൽ കൊണ്ടെത്തുന്നതാ. കഞ്ഞി മാറ്റി. ഇതൊക്കെ മാറ്റി. സാധനങ്ങളൊക്കെ മാറ്റി. അവര് കഞ്ഞി കൊടുത്താൽ മതി. പ്ലേറ്റ് എടുക്ക്. ഏട്ടാ, ഇത് മുഴുവൻ എനിക്ക്. നീ അങ്ങ് കഴിക്കും. ഇത് മുഴുവൻ നിനക്കും. ചിക്കനാണോ? ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതെന്തിനാ നീ നോക്കണത്? നിനക്കവിടെ കഞ്ഞി ഉണ്ടല്ലോ, നീ കഞ്ഞി കുടിച്ചാ വിളമ്പ. എനിക്ക് എന്നാ സ്പൂണൊന്നും വേണ്ട. വേണ്ട. വേഗം വിളമ്പടാ അങ്ങട്. അവള് കൊടു.
എങ്ങോട്ട് കൊള്ളാടാ. സൂപ്പർ. എടുത്തോട്ടെ. മുട്ട വേണോ നിനക്ക്? എനിക്ക് മുട്ട ഉണ്ട്. നിനക്ക് മുട്ടയിൽ ഇട്ടേക്കണേ. ആഹാ കൊള്ളാല്ലേ. കുറച്ചുകൂടി ഇട്ടോ. ഒരു കാര്യം ചെയ്യും, വയറ് നിറച്ച് കഴിച്ചോളണം. ബാക്കി ഒന്നുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ കൊണ്ടുപോകും. മറ്റു സാധനം എന്തേ? ആ സലാഡ് അകത്തുണ്ട്. അതെ, വേഗണ്ടാ. ബാക്കി വന്ന സാധനം തിരിച്ചു കൊണ്ടുപോകണ്ടാ. നമുക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കാം. ഇവിടെ എങ്ങനെ വെച്ചാലേ ഇവിടെ എടുത്ത് തിന്നും ചിലപ്പം. ഇഷ്ടമല്ലല്ലോ. അല്ല അല്ലേ? ശരിയാ ക്ലീറ്റോ ചേട്ടന് എന്ത് വേണ്ടേ? കഴിച്ചോട്ടാ. ഓ ഞാനും വിഷമിച്ചിരിക്കുന്നു. കഞ്ഞി എനിക്കും ഇഷ്ടമല്ല. അവിടെ ഇരുന്നോടി, എന്തിനാ നിക്കണം? അവിടെ ഇരുന്നോ. വെള്ളം വേണോ? ആ വെള്ളം ഉണ്ട് കേട്ടോ. എന്താ വേണ്ടേ? ഇവിടെ ഒരു ആശ്വാസേ. ആഹാ കൊള്ളാട്ടോ, നല്ല ബിരിയാണി. നല്ല രസമുണ്ട് ക്ലീറ്റോ ചേട്ടാ. നീ മുട്ട കഴിക്കുമല്ലോ. അതൊന്നും കഴിക്കില്ലാന്ന് ഇപ്പൊ പറഞ്ഞല്ലേ. ഇങ്ങനെ ഇത് എന്തിനാ കഞ്ഞിയൊക്കെ തന്നെ കുടിച്ച് ജീവിക്കാൻ നോക്കണേ? ഇറച്ചിയുടെ കഷ്ണം എടുത്തോ, വേണോ? വേണ്ട വേണ്ട, ഇതിന് ഇഷ്ടമല്ല. അല്ല ഇറച്ചിയുടെ കഷ്ണ വേണ്ട, അല്ല, ഇതിൽ എണ്ണ വെക്കൊന്നുമില്ലല്ലോ. കഞ്ഞിക്കൊന്നും തരൂല. വേണം എടുത്തോ നീ. ആ എന്നാ വേണ്ട. വേണ്ട. Alien versus Alien.